ഇതിവൃത്തം പറയുന്നത് നമ്മുടെ മൈക്രോ ഫിനാൻസ് എന്ന അത് കുമിള് പോലെ മുളച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനികളാണ്. പക്ഷെ നമ്മളെ വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ സ്ക്രീനിൽ എത്തിക്കുന്നു എന്നുള്ളത് ഒരു കൂട്ട കലാകാരന്മാരുടെ വലിയൊരു മോഹമാണ് ഇതിലൂടെ പൂവണിയുന്നത്. നമ്മുടെ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ ഇങ്ങനെ നിൽക്കി വെച്ച് കഴിഞ്ഞാൽ സങ്കടം. ബോഡി ഷെയ്മിങ് അല്ല കേട്ടോ, സത്യം പറഞ്ഞ സിസ്റ്റത്തിൽ എഡിറ്റ് ചെയ്യുന്ന കാര്യമൊന്നും ആദ്യമായിട്ട് എഡിറ്റ് ചെയ്ത സാധനമാണ് ഈ സിനിമ. അപ്പൊ ഈ ഫോണിന്റെ ഇത്രയും ഭാഗം മാത്രമേ അന്ന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. കുറച്ച് ഭാഗം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഫോൺ ഉപയോഗിച്ചാണ് ഇത് എൻ്റെ ഒരുപാട് 10, 11, 12ഓളം ഷോർട്ട് ഫിലിംസുകൾ ഇദ്ദേഹമാണ് എഡിറ്റ് ചെയ്തത്. ഞങ്ങൾ ഈ 4 പേര് ഈ പ്രോജക്റ്റ് സത്യത്തെ നമ്മളത് പറയുമ്പോൾ നമുക്ക് സങ്കടം വരും. അത് അത്രത്തോളം നമ്മളിതിനു വേണ്ടി കഷ്ടപ്പെട്ടു. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുള്ളൊരു വാർത്ത പങ്കുവയ്ക്കുകയാണ്. നമുക്ക് എല്ലാവരുടെ ഒരു സ്വപ്നമാണ് സിനിമ എന്ന ലോകം അല്ലേ? നമ്മുടെ ഫോണിന്റെ തന്നെ ക്യാമറ ഓൺ ആക്കുമ്പോൾ നമ്മൾ വെറുതെ എങ്കിലുമൊക്കെ റീൽസ് ഒക്കെ എടുത്ത് ആക്ട് ചെയ്യാറില്ലേ? അപ്പോൾ സിനിമ എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെ സ്വപ്നമാണ്. അത്തരത്തിൽ ഒരു ലൈഫ് ടൈം ഫുള്ള് അവർ അധ്വാനിച്ചിരുന്ന പൈസകളും അല്ലെങ്കിൽ അവരുടെ ജോലിഭാരവും ഒക്കെ നീക്കി വെച്ച് ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു ക്രൂ തയ്യാറായിരിക്കുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ് ഞാൻ പോകുന്നത്. ആ സിനിമയുടെ ഒരു വലിയ ഫ്ലെക്സിന്റെ അടുത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. സിനിമയുടെ അണിയറ പ്രവർത്തകരും സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരും ഒക്കെ തന്നെ ഈ ഫോട്ടോയിൽ കാണുന്നുണ്ട്. ഇവരൊക്കെ തന്നെ ഫോട്ടോയിൽ മാത്രമല്ല നമ്മുടെ കൂടെ തന്നെയുണ്ട്. ചിത്രയിലെ ഉണ്ണിമുക്കില് കുറേ ആൾക്കാർ നമ്മളോടൊപ്പം നിൽപ്പുണ്ട്. ഇവരെല്ലാവരും ഈ സിനിമയുടെ ഭാഗമാണ്. ഈ സിനിമയുടെ പേര് മൈക്രോ ഫിനാൻസ് എന്നാണ്. ഇത് സുരേഷ് വേങ്കോട് സംവിധാനം ചെയ്തിരിക്കുന്ന മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ചെറിയൊരു സിനിമ. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരും എല്ലാവരും ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയുടെ സംവിധായകനില്ലേ, ഈ സംവിധായകനാണ് ഇദ്ദേഹത്തിന് നമുക്ക് ആദ്യം പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ ഇങ്ങനെ നിൽക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സങ്കടം. ബോഡി ഷെയ്മിങ് അല്ല കേട്ടോ, സങ്കടമായോ? സന്തോഷം അടക്കാൻ വയ്യ അല്ലേ? ഓക്കെ. അപ്പൊ ചേട്ടൻ ശരിക്കും നിങ്ങൾ വിചാരിക്കും ഇതെന്ത് സംവിധായകൻ, ഇതെന്താ ഇങ്ങനെ സംവിധാനം ഉണ്ടോ എന്ന് വിചാരിക്കും അല്ലേ? ഇങ്ങനെയും സംവിധാനമുണ്ട് അല്ലേ? സംവിധാനമുണ്ട്. എന്തായിരുന്നു ഈ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന സിനിമയിലേക്ക് വരാനുണ്ടായ സാഹചര്യം വേറെയല്ല. പത്രവാർത്തയും അതിനോടനുബന്ധിച്ച നമ്മൾ നിരന്തരം കാണുന്ന ചില വാർത്തകൾ നമ്മൾ എപ്പോഴായാലും നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു സങ്കടമായി കിടക്കും. അത് പിന്നെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടും കൂടെ നമ്മളത് കാണുമ്പോൾ ഒരു കഥ, അതിപ്പോൾ എഴുത്തുകാരനൊന്നല്ല ആരുടെയെങ്കിലും മനസ്സിലൊരു കഥ ഉണ്ടാവും. പിന്നെ ഞാൻ ചെറുതായി എഴുതുന്ന ആളായതുകൊണ്ട് എനിക്കത് ഒരു ഈ സിനിമയുടെ കഥയും സംവിധാനവും എല്ലാം ചേട്ടൻ തന്നെ. കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ആളാണ് നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നേ? ഞാന് ടാപ്പിംഗ് തൊഴിലാളിയാണ് ഞാൻ. ഓക്കെ, ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ്. അപ്പം ഈ സിനിമയുടെ എപ്പോഴാ സമയം കിട്ടുന്നത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാൻ? അത് സമയം അങ്ങനെയല്ല. നമ്മളൊരു ഡയലോഗ് ആയാലും നമ്മൾ ഒരു കഥ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അതിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും. നമ്മളിപ്പോൾ എങ്ങനെ പോകണം, ഒരു സീൻ എങ്ങനെയാവണം, അല്ലെങ്കിൽ അതിൻ്റെ ഡയലോഗ് എങ്ങനെയാവണം, അതിൻ്റെ ഡയലോഗ് ഡെലിവറി, അങ്ങനെ എല്ലാം നമ്മൾ ആ സിനിമ മൊത്തത്തിൽ നമ്മളങ്ങനെ സ്ക്രീനിൽ കാണുകയാണ്. ഒരു ഡയലോഗ് തന്നെ നമ്മൾ കിട്ടുമ്പോഴും നമ്മൾ അതിനെ കാച്ചി അരച്ച് അതിന് ഒരു പൂർണ്ണതയുണ്ട്. ഡയലോഗിന് തുടക്കവും അവസാനവും ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മുടെ മനസ്സിലെത്തുമ്പോഴും ഓടി ചെന്നിരുന്ന് എഴുതും. ശരിക്കും ഇങ്ങനെ ഒരു മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു സിനിമ, ആ സിനിമയുടെ പേരിൽ തന്നെ ഭയങ്കര വ്യത്യസ്തതയുണ്ട്. അപ്പൊ എന്താണ് ആ സിനിമയുടെ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു ഇതിവൃത്തം പറയുന്നത് എന്താണ്? ഇതിവൃത്തം പറയുന്നത് നമ്മുടെ മൈക്രോ ഫിനാൻസ് എന്ന അത് കുമിള് പോലെ മുളച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനികളാണ്. അത് പിന്നെ നല്ല വശങ്ങളും ഉണ്ടാവാം, ദോഷവശങ്ങളും ഉണ്ടാവാം. അതിലൊന്നും നമുക്ക് പരാതിയും പരിഭവമൊന്നുമില്ല. പക്ഷെ നമ്മളെ വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങൾ അതിനെ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മൾ സ്ക്രീനിൽ എത്തിക്കുന്നു എന്നുള്ളത്. കാരണം ഈ മൈക്രോ ഫിനാൻസിനെ ആശ്രയിക്കുന്നത് തന്നെ സാധാരണക്കാരാണ്. അവർക്ക് ശരിക്കും സമ്മിശ്രമാണ്. സങ്കടമുണ്ട്, ചിലർക്ക് സന്തോഷമുണ്ട്. ഒരുപാട് ആത്മഹത്യകൾ നമ്മുടെ നാട്ടിലും അറിഞ്ഞും അറിയാതെ ഒക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. ഒരു മരണം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിനെ അത്ര കണ്ട് വേദനിപ്പിക്കുന്ന ഒന്നാണ് പിന്നീടുള്ള ജീവിതത്തിൽ. അത് തന്നെയാണ് ഞാൻ മൈക്രോ ഫിനാൻസിലൂടെ പറയുന്നത്. പിന്നെ മൈക്രോ ഫിനാൻസിന്റെ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ എടുത്തിരിക്കുന്ന ക്യാമറ അല്ലെങ്കിൽ ഈ സിനിമയുടെ എഡിറ്റിംഗ് നടന്നിരിക്കുന്നതൊക്കെ ചേട്ടന്റെ മോനാണല്ലേ? മോനാണ്. ഇതാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ഫോണിലാണ് എഡിറ്റ് ചെയ്തത് അല്ലേ?
ഫോണിൽ എഡിറ്റ് ചെയ്ത് പഠിച്ചു, പിന്നീട് എഡിറ്റ് ചെയ്ത് പഠിച്ച് പിന്നെ കൂടുതൽ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്ത് അതെല്ലാം ഫോണിൽ തന്നെയാണ് എഡിറ്റ് ചെയ്തത്. ആ സമയത്ത് ഫോണിന്റെ ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്തു. പിന്നെ ഈ സിനിമയുടെ സമയം വന്നപ്പം ഞങ്ങൾ സ്റ്റുഡിയോയിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച്. അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞ ഈ സിസ്റ്റത്തിൽ എഡിറ്റ് ചെയ്യുന്ന കാര്യമൊന്നും എനിക്ക് ആദ്യമായിട്ട് എഡിറ്റ് ചെയ്ത സാധനമാണ് ഈ സിനിമ. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാന്നത് എങ്ങനെ പോലും അറിയാതിരുന്നിട്ട് ആദ്യമായിട്ടൊരു സിനിമ തന്നെ എഡിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അയ്യോ, അതത്രയും പറയാൻ എനിക്ക് എന്താ പറയാ, ഭയങ്കര സന്തോഷം കേട്ടോ അത് കേൾക്കുമ്പോ. അപ്പൊ എങ്ങനെയായിരുന്നു എഡിറ്റിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഹരി എന്ന് പറയുന്ന സ്റ്റുഡിയോയിലെ അണ്ണൻ തന്നെ എന്റെ ആശാനായിട്ട് വരും. പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഓൾറെഡി നമ്മൾ ഫോണിൽ ചെയ്യുന്നതുകൊണ്ട്, എഡിറ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പേടിക്കണ്ടായിരിക്കും. നമുക്ക് കുറച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അത്ര ഈസി ആയിരുന്നു പറയുന്നില്ല. പിന്നെ കുറച്ച് കാടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിനിമയ്ക്ക് ഫോട്ടോ ഒന്നും വരാത്ത രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിനിമ റിലീസ് ആവാൻ പോവാണ്. എന്നത്തേക്കാ? ശനിയാഴ്ച 24-ാം തീയതി വരുന്നത്. നിങ്ങളുടെ ടിക്കറ്റ് ഒക്കെ എവിടം വരെ? ടിക്കറ്റ് ഒക്കെ ഇങ്ങനെ നമ്മള് കൊടുത്തോണ്ടിരിക്കണം. ഞങ്ങളെ സേക്കുന്ന എല്ലാവരും ടിക്കറ്റ് എടുക്കുന്നുണ്ട്. കഥാപാത്രമാണോ? അല്ല, ഞാനാണ് ഇതിന്റെ മെയിൻ കഥാപാത്രം ചെയ്യുന്നത്. നായകനാണ്. എന്താണ് നായകന്റെ ഒരു സിനിമ എന്ന് പറഞ്ഞ സ്വപ്നം പൂവണിഞ്ഞോ? സിനിമ എന്ന് പറഞ്ഞ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഇപ്പൊ ഈ മൈക്രോ ഫിനാൻസ് വരെ എത്തി നിൽക്കുന്നതിൽ സുരേഷ് വേങ്കോട് എന്ന പുള്ളിക്കാരനാണ് അതിന്റെ ഒരു നല്ലൊരു പങ്ക് വഹിച്ചിരിക്കുന്നത്. കാര്യം എന്നെ ആദ്യമായിട്ട് ഇവരുടെ B4 എന്നുള്ള സിനിമയിലേക്ക്, പിന്നെ ഷോർട്ട് ഫിലിമിലേക്ക് ഫസ്റ്റിലെ വിളിക്കുന്നത് സൂര്യൻ എന്ന് പറഞ്ഞ ഇതിൽ തന്നെ അഭിനയിക്കുന്ന എൻ്റെ അനുജനായിട്ടൊരു പയ്യനുണ്ട്. അവനാണ് എന്നെ പുള്ളിക്കാരനെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഇങ്ങനെ സിനിമ കാര്യങ്ങളൊക്കെ ആയിട്ട് ആഗ്രഹിച്ച് നടക്കണമെന്നോ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കഴിവുണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ വർക്കിന് എന്നെ വിളിക്കുകയും ഞാൻ ആ വർക്ക് വന്ന്, അപ്പോൾ പുള്ളി എന്നെ കുറെ വീക്ഷിച്ചതിന് ശേഷമാണ് ആ കഥാപാത്രം എഴുതുന്നത്. ആ കഥാപാത്രം നമ്മൾ ചെയ്ത്, അപ്പോൾ ഇവിടെ തെറ്റില്ലാത്ത അഭിപ്രായം കഥാപാത്രത്തിന് കിട്ടി. ആ പിന്നെ പ്രോജക്റ്റ് നല്ല വിജയമായിരുന്നു. അതെ, നമ്മളൊരു മണ്ഡലകാലത്താണ് അത് ചെയ്യുന്നത്. നല്ല ഒരു അഭിപ്രായമായിരുന്നു അതിനെ കുറിച്ച്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചെയ്യുന്ന വർക്കാണ് നമ്മളിത്. അപ്പൊ ഇതിന്റെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഈ സുരേഷ് വേങ്കോട് അദ്ദേഹത്തിന് തന്നെയാണ് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത്. കാര്യം അദ്ദേഹം നമ്മളെ ഓരോ സാധനം ചെയ്യിക്കുമ്പോഴും നമ്മൾ അത്രത്തോളം നമ്മളെ ഇത് ഈ പ്രോജക്റ്റിന് വേണ്ടി ഞങ്ങൾ ഈ 3-4 പേര് നന്നായിട്ട് കഷ്ടപ്പെട്ടു. ഇപ്പൊ ഞാനും സൂരജ്, സുരേഷ് ഏട്ടൻ, പിന്നെ ഷിബിൻ, ഞങ്ങൾ ഈ 4 പേര് ഈ പ്രോജക്റ്റ് സത്യത്തിന് നമ്മളത് പറയുമ്പോൾ നമുക്ക് സങ്കടം വരും. കാര്യം അത്രത്തോളം നമ്മൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഈ നാട്ടുകാരൊക്കെ ഞങ്ങൾ ഓരോരു പിന്നെ ഇപ്പൊ നമ്മൾ തിയേറ്ററിലേക്ക് വന്നപ്പോൾ ടിക്കറ്റ് എടുക്കാനായാലും എല്ലാവരും അവരെ കൊണ്ട് കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ എന്താണ് കഥാപാത്രം? എനിക്ക് ഇതിനകത്ത് നല്ലൊരു വേഷമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് പിന്നെ നായകനോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു വേഷമാണ്. അതിനിപ്പോ റിലീസ് കഴിയുമ്പോൾ അത് പ്രേക്ഷകരാണ് അതിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയേണ്ടത്. ടിക്കറ്റ് ഒക്കെ എങ്ങനെയായി? ടിക്കറ്റ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നാട്ടുകാർ നല്ല സപ്പോർട്ടാണ് നമുക്ക്. പ്രൊഡ്യൂസർ ആരായിരുന്നു? ഇതിന്റെ പ്രൊഡ്യൂസർ നമ്മള് കൂട്ടായ്മയായിട്ട് അതുകൊണ്ട് സാമ്പത്തിക നഷ്ടം എന്നത് മാത്രമല്ല, നമുക്ക് ഈ കലയോടുള്ള ഒരു ഇത് പണ്ടുകൊണ്ടുള്ള ആഗ്രഹമാണ്. പിന്നെ കലാകാരന്മാരെപ്പോഴും സിനിമ നടനാവുക. പിന്നെ ഞാൻ ഒരുപാട് സ്റ്റേജ് ഷോകളൊക്കെ ചെയ്തിരുന്ന ആളാണ്. സ്റ്റേജ് ഷോയിൽ നിന്നാണ് പിന്നെ ക്യാമറ വർക്കിന്റെ മുന്നിലേക്ക് വന്നത്. അങ്ങനെ വേറെ 1-2 പേരുടെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്താണ് ഞാൻ സുരേഷ് വേങ്കോട് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. പിന്നെ ഇദ്ദേഹമാണ് എനിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കൂടെ തരുന്നതും. അങ്ങനെയാണ് കടന്നു വന്നത്. ഇപ്പോൾ തിയേറ്റർ റിലീസ് വരെ എത്തി നിൽക്കുകയാണ്. 24-ാം തീയതി റിലീസാണ്. ഞാനൊരു കാര്യം കാണിച്ചോട്ടെ, എടുക്കുകയാണേ. ഈ ഫോൺ കണ്ടോ? ഈ ഫോണിനൊരു കഥ പറയാനുണ്ട് അല്ലേ ചേട്ടാ? അല്ലേ? ആ കഥ ചേട്ടൻ തന്നെ പറഞ്ഞു. അല്ലേ, എന്റെ കഥ അങ്ങനെ പറയാൻ, ഇത് എൻ്റെ മകനാണ് ഷിബിനസ് ബാബു. അയാളാണ് ഈ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഫോണിന്റെ ഇത്രയും ഭാഗം മാത്രമേ അന്ന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. കുറച്ച് ഭാഗം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഫോൺ ഉപയോഗിച്ചാണ് ഇത് എൻ്റെ ഒരുപാട് 8, 10, 11, 12ഓളം ഷോർട്ട് ഫിലിംസുകൾ ഇദ്ദേഹമാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇത്രയും ഭാഗം വെച്ചിട്ടാണ് കൈൻ മാസ്റ്റർ ഉപയോഗിച്ച് അദ്ദേഹം എഡിറ്റ് ചെയ്തത്. അപ്പൊ അതിൽ നിന്നാണ് അദ്ദേഹം ഈ വർക്കില് ഒരു സിസ്റ്റത്തില് വന്ന് അത് അനായാസേന അത് കൈകാര്യം ചെയ്ത് ആ സിനിമയുടെ എല്ലാ ഒരു ചാടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒന്നും ഫീൽ ചെയ്യാത്ത ഒരു സിനിമയുടെ എനിക്ക് എൻ്റെ മകനെ കുറിച്ച് അഭിമാനമുണ്ട്.
അപ്പൊ അത്രയും നല്ല സന്തോഷത്തിന്റെ നിറവിലാണ് ഈ നാടും നാട്ടുകാരും ഒക്കെ. വരുന്ന 27-ാം തീയതി 24-ാം തീയതി നമ്മുടെ ശ്രീധന്യ സിനി ഹൗസ് അല്ലേ, കാഞ്ഞിരത്തുമൂട്ടിലുള്ള ശ്രീധന്യ റിലീസ് ഇവിടെ സിനി ഹൗസിൽ ഈ സിനിമ റിലീസ് ആവുന്നു. ചിത്രവഴി പാസ് ചെയ്യുമ്പോൾ ഈ ചേട്ടന്മാരൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവും. ടിക്കറ്റുകളൊക്കെ തന്നെ ഇവർ പരമാവധി ഇങ്ങനെ ടിക്കറ്റ് വിറ്റുകൊണ്ടിരിക്കുകയാണ്. 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഏതായാലും ഈ സിനിമ കണ്ട് നിങ്ങൾ വിജയിപ്പിക്കുക എന്നതിനപ്പുറം ഒരു കൂട്ടം കലാകാരന്മാരുടെ വലിയൊരു മോഹമാണ് ഇതിലൂടെ പൂവണിയുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവാനിക്സൺ, വിസ്മാൻ.